അങ്ങനെ എത്തിയ കാര്യം മാത്രമല്ലേ പറഞ്ഞുള്ളൂ, ബാക്കിയുള്ള കാര്യം അറിയണ്ടേ. അപ്പം നമ്മളതാ എത്തിയ ടൈം തന്നെ ഒരു റിസോർട്ടിൽ കയറുമ്പോൾ ഒരു സമയമുണ്ടല്ലോ, അത് കണക്കല്ല വന്നത്. നമ്മളിത് 5 മണിയായി. അപ്പം അവിടുത്തെ ചെക്ക് ഇൻ ടൈമൊക്കെ കഴിഞ്ഞ് ഒത്തിരി മണിക്കൂറായി. അതുകൊണ്ട് തന്നെ വലിയ രസമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നല്ല മഴയ സമയത്തായിരുന്നു. ആ ഒരു അന്തരീക്ഷം കണ്ടപ്പം തന്നെ മനസ്സിലായിക്കൊണ്ടല്ലോ, നമുക്കൊന്നും അങ്ങോട്ട് ഇതാവാത്ത കണക്ക് തോന്നി. പിന്നെ അവിടുത്തെ റിസോർട്ടിൻ്റെ കുഴപ്പമില്ലായിരിക്കും, അവിടെ ഒരു ഹെറിറ്റേജ് സ്റ്റൈൽ ആയതുകൊണ്ട് നമുക്ക് ആ മഴയും കൂടെ ആകുമ്പോൾ ഭയങ്കര ഒരു കിളിയിലിപ്പായിരുന്നു. കാര്യം എനിക്ക് മഴ ഇഷ്ടമാണെങ്കിലും ചില സമയം മഴയുടെ അന്തരീക്ഷം വരുമ്പോൾ ഒരു കിളിളിപ്പാണ്, ചില സമയം ഒരു വെയിൽ ആഗ്രഹിക്കത്തില്ല, അതേ കണക്കത്തെ ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എടുത്ത റൂമെന്ന് പറയുന്നത് മേളിൽ ഹെറിറ്റേജ് റൂമും ഉണ്ടായിരുന്നു, അത് കണക്ക് അപ്പുറത്ത് വേറൊരു കാറ്റഗറി റൂം ഉണ്ടായിരുന്നു. അത് 2 ബിൽഡിംഗ് ആയതുകൊണ്ട് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഇൻ്റർ കണക്ട് ചെയ്യുന്ന ഒരു റൂം, അതായത് 2 റൂമിനും കൂടെ ഒരു വാതിൽ വരത്തില്ലേ, അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും അങ്ങനെ വരുന്ന റൂമാണ് എടുത്തത്. പിന്നെ കുറച്ച് നേരം കായലിൻ്റെ സൈഡായിരുന്നു കേട്ടോ, അത് ആ പൂള് കാണിച്ചില്ലേ, അവിടെ കായലിൻ്റെ സൈഡായിരുന്നു. പക്ഷേ എനിക്കെന്തോ ഇറങ്ങാൻ തോന്നിയില്ല, നല്ല തണുപ്പും ഉണ്ടായിരുന്നു. കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പ്, അത് കാരണം പിന്നെ ആ വെള്ളത്തിൽ ഇറങ്ങാൻ തോന്നില്ല, എന്തോ ഒരു മനസ്സിന് പിടിച്ചില്ല. മഴയും കൂടെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ പീരീഡ്സിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ കപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിന് വലിയ വിഷയമില്ല, ഇറങ്ങാമായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് എന്തോ ഇറങ്ങാൻ തോന്നിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബീച്ചിലോട്ട് പോയി, അടുത്തടുത്തെല്ലാം ബീച്ചില്ലേ, അങ്ങനെ കുറച്ച് സമയം അവിടെ പോയിരുന്നു. നമ്മൾ ഫുഡൊക്കെ അതുകൊണ്ട് വെളിയിൽ നിന്നാണ് കേട്ടോ കഴിച്ചത്. അടുത്ത വീഡിയോയിൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് അവിടെ ഉള്ളതെന്നും ബാക്കി കാര്യങ്ങളും പറയാം. മഴ ആയതാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. എവിടെ സ്ഥലമെന്ന് അടുത്ത വീഡിയോ പറയാം കേട്ടോ. വീഡിയോ കാണണേ.